തിയേറ്ററിൽ പോകുന്ന ആൾക്കാർ തന്നെ വളരെയധികം ഏകാഗ്രത ഇല്ലാത്ത ആളുകൾ. OTT സിനിമ കാണുമ്പോൾ ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മൾട്ടി ടാസ്കന്മാരാണ്. നമ്മളിവിടെ പച്ചക്കറി എറിയുന്ന വീട്ടമ്മ പണ്ട് സീരിയൽ, ഒരു സൈഡിൽ കൂടെ സീരിയൽ കാണുന്നു, ഒരു സൈഡിൽ നമ്മളിവിടെ കുക്ക് ചെയ്യുന്നു, ഒരു സൈഡിൽ അത് ചെയ്യുന്നു. OTT ഇത് സിനിമ ഓണാക്കിയിട്ടിട്ട് പലവിധ പരിപാടികൾ ചെയ്യുന്നു. തിയേറ്ററിൽ ഇരിക്കുമ്പോൾ തന്നെ പലരും റെസ്റ്റ്ലെസ് ആണ്, പലരും മൊബൈൽ നോക്കുന്നു. ഇപ്പം ഞാൻ പ്രണവിൻ്റെ പുതിയ കാണാൻ ചെന്നപ്പോൾ നല്ല തിരക്കുള്ള ദിവസമായിരുന്നു. ഫ്രണ്ട് റോയിലാണ് സീറ്റ് കിട്ടിയത്. അതൊരു അഡൽസ് ഓൺലി പടം അവർ ഓൾറെഡി പോസ്റ്റർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷെ 5 വയസ്സിന് താഴെയുള്ള കൊച്ചുങ്ങളെയും കൊണ്ട് ഈ പടത്തിന് കയറിയവരുണ്ട്. ഈ കൊച്ചിടയ്ക്ക് കരയുന്നുണ്ട്. ഓൾറെഡി ഇതൊരു പ്രേതപടം എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ മാർക്കറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷെ നല്ല ചുവന്ന വട്ടം വരച്ചിട്ട് അത്യാവശ്യം ബ്ലഡ് ഷെഡ് ഒക്കെ ഉള്ള പരിപാടികളൊക്കെയാണ് പോസ്റ്റർ കണ്ടാൽ തന്നെ അറിയാം. എന്നിട്ട് ഓഡിയൻസ് തിയേറ്ററിലേക്ക് വരുന്നത് ചെറിയ പിള്ളേരെയും കൊണ്ടാണ്. ഇനി അതിന്റെ അപ്പുറത്താണെങ്കിൽ എന്റെ തൊട്ടപ്പുറത്ത് ഇരിക്കുന്ന 2 പേര് പടം തുടങ്ങി അവസാനിക്കുന്നവരെ കള്ളുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവരിത് സിപ്പ് ചെയ്ത് അടിക്കുന്നുണ്ട്, കഴിക്കുന്നുണ്ട്. പടത്തിന്റെ ഫസ്റ്റ് സീൻ തൊട്ട് കമന്റ് അടിക്കുന്നുണ്ട്. ഈ പടത്തിൽ ഒരുപാട് സ്പേസ്, ഇപ്പൊ അയാളുടെ പടമാണെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളിൽ സൈലൻസ് ആവശ്യപ്പെടുന്ന ഒരു സിനിമയാണ്. ഞാൻ ഒരു ഘട്ടം കഴിഞ്ഞിട്ട് ഇനി വല്ല അടി ഉണ്ടാവും എന്നുള്ള രീതിയിൽ ഞാൻ പറയേണ്ടി വന്നു. കുറച്ചു നേരം നിർത്തി വീണ്ടും ഇതേ അഭ്യാസം തുടങ്ങി. ഫോൺ വിളിക്കുന്ന ആൾക്കാർ ഒരു സിനിമയുടെ, പ്രത്യേകിച്ച് ഇപ്പോൾ ലൗഡായിട്ടുള്ള പടങ്ങളാണെങ്കിൽ കുഴപ്പമില്ല, തുടക്കം തൊട്ട് അവസാനം വരെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇട്ടിട്ട് മൂളിക്കുന്ന സിനിമകളാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ആ സിനിമ ഡിമാൻഡ് ചെയ്യുന്ന ഒരു സൗണ്ട് ഡിസൈൻ ആസ്വദിക്കാൻ പറ്റണമെങ്കിൽ ഇത്തരം അലവലാദികൾ ഒന്നുകിൽ തിയേറ്ററിൽ വരുന്നത് ഒഴിവാക്കാൻ നിവൃത്തിയില്ല. അതുപോലെ ഫോണിന് ശരിക്കൊരു ജാമർ വെക്കേണ്ടത് അത്യാവശ്യമാണ്. എങ്കിൽ മാത്രമാണ് ശരിക്കും ഇത്തരം സിനിമകൾ നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നത്. പിന്നെ പ്രത്യേകിച്ച് നമുക്ക് സിവിക് സെൻസ് എന്ന് പറഞ്ഞ സംഭവം ഇവിടെ പലർക്കും ഇല്ല. നമ്മൾ പൈസ കൊടുത്ത് ഒരു പടത്തിന് കയറുന്നു, പടത്തിനെ വിമർശിക്കുക, ലഹള വെക്കേണ്ടവർക്ക് പുറത്തു വന്നിട്ട് ലഹള വയ്ക്കാം. പക്ഷെ ഒരു 2 മണിക്കൂറാണ് ഇപ്പൊ സിനിമകൾ. പണ്ടത്തെ പോലെ 2.5 മണിക്കൂർ സിനിമകൾ കുറവാണ്. പ്രത്യേകിച്ച് പിലവിഴ പൂഞ്ചിറ അങ്ങനെയുള്ള കുറെ സിനിമകൾ ഒരു 2 മണിക്കൂറാണ് അതിന്റെ ഒരു വാച്ചിങ് അവർ. അതുപോലും ക്ഷമയോടെ വീക്ഷിക്കാൻ പറ്റാത്ത ആളുകൾ നിറഞ്ഞിരിക്കുകയാണ്. സിംഗ് സൗണ്ട് എന്ന് പറഞ്ഞാൽ കുംബ്ലൈ നൈറ്റ്സ് പോലെ സ്ലോ പേസിൽ പോകുന്ന ഒരു സിനിമ. ഇത്തരം സിനിമകൾക്ക് പറയുന്ന ഒരു വേർഡുണ്ട്, മസ്റ്റ് തിയേറ്റർ വാച്ച്. അപ്പൊ ഈ ഒരു ഡിഫറൻസിനെ അല്ലെങ്കിൽ ഇത്തരം ഒരു ആസ്വാദനത്തെ എങ്ങനെയാണ്, അത് ഞാൻ ചോദിക്കുന്നത് ഒരു സിംഗ് സൗണ്ട് റെക്കോർഡ്സ് എന്ന രീതിയിൽ മാത്രമല്ല. ഇപ്പൊ എനിക്ക് അജയനെ വർഷങ്ങളായിട്ട് അറിയാം, നാടക രംഗത്ത് ഒരുപാട് വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്, ഒരു ആക്ടർ കൂടിയാണ്. ഇപ്പൊ കുറച്ച് നാളായിട്ട് ആക്ടിങ്ങിൽ ഇല്ലാന്നുള്ളൂ, പേരിന് ഇടയ്ക്ക് അജയനെ കാണുമ്പോൾ സന്തോഷമുണ്ട്. അപ്പൊ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ഈ ഒരു ആസ്വാദനത്തിന്റെ ഈ 2 തലങ്ങള്, സിനിമ കാണുന്ന, തിയേറ്ററിൽ പെരുമാറുന്ന രീതികള്, ഇതിനൊക്കെ എങ്ങനെയാണ് ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ നോക്കി കാണുന്നത്? എന്റെ പാർട്ണർ പാർവതി ഇപ്പോൾ ഒരു സ്കൂൾ ടീച്ചറാണ്, PhD ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് സിനിമ കാണാൻ പോകല് വളരെ കുറവാണ്. കാരണം ഞങ്ങൾ രണ്ടുപേരും 2 സ്ഥലത്താണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കാണാൻ പോവുകയാണെന്ന് വെച്ച് കഴിഞ്ഞാലും പാറു ആദ്യമേ പറയും, എഴുതി ഒപ്പിട്ട് വാങ്ങുന്ന പോലെ വായ ടേപ്പ് ഇട്ട് ഒട്ടിച്ചിട്ട് കയറുകയാണെങ്കിൽ കയറിയാൽ മതി, അവിടെ കയറി പ്രതികരിക്കാൻ നിൽക്കരുത് എന്ന് പറയും. ഞാനിപ്പോൾ സിനിമ കാണാൻ പോകുന്നത് വളരെ ചൂസ് ചെയ്ത തിയേറ്ററുകളിൽ മാത്രമേ ഞാൻ സിനിമ കാണാൻ പോകാറുള്ളൂ. അല്ലെങ്കിൽ ഞാൻ അടി ഉണ്ടാക്കുന്നത് എനിക്ക് ഉറപ്പാണ്. എനിക്കത് സഹിക്കാൻ പറ്റില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ BP കൂടും എനിക്ക്. ആ സമയത്ത് ഞാൻ പല പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ചും അത് കൂടുതൽ ഉണ്ടാക്കിയിട്ടുള്ള തൃശ്ശൂരാണ്.